ധനമന്ത്രി കെൻ ബാലഗോപാലിന് മറുപടിയുമായി ഐഷ പോറ്റിയും എത്തുന്നു. ബാലഗോപാൽ തനിക്കെതിരെ പറയുന്നത് കേൾക്കുമ്പോൾ കഷ്ടം തോന്നുന്നു എന്നാണ് അവർ പറയുന്നത്. താൻ തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കാൻ പോലും ബാലഗോപാലിന് കഴിഞ്ഞിട്ടില്ല. സർക്കാർ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. കൊട്ടാരക്കരയിൽ പല ഡീലുകളും നടത്തിയ ആളാണ് ബാലഗോപാൽ. CPM കുറച്ചുപേർക്ക് വേണ്ടിയുള്ള പാർട്ടിയായി മാറിയെന്നും ഐഷ പോറ്റി മീഡിയ വണിനോട് പറഞ്ഞു. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു വലിയ റോഡ് ഷോ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. UDSF UDYF പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് റോഡ് ഷോ. ഇത് പല മണ്ഡലങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. ഐഷ പോറ്റി തന്നെ ചേരുകയാണ്. വലിയ രീതിയിലുള്ളൊരു റോഡ് ഷോ ഒരുക്കി മണ്ഡല പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. അതെ അതെ, തീർച്ചയായിട്ടും ചെറുപ്പക്കാരുടെ ഒരു വലിയ ആവേശമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് നല്ലൊരു മാറ്റത്തിന്റെ ലക്ഷണം തന്നെയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു പ്രചരണ പ്രവർത്തനമാണിത്. എങ്ങനെ കാണുന്നു? ആര്യം ഒരു റൗണ്ട് ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞു. അടുത്തൊരു ഘട്ടം ഇനി പെട്ടെന്ന് തന്നെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നല്ല പ്രതീക്ഷയാണ്. കാരണം ജനങ്ങൾ വളരെ സ്നേഹത്തോടെയാണ് കാണുന്നത്. മുൻകാലങ്ങളിലും അവരോടൊപ്പം ജനപ്രതിനിധിയായിരിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഇടപെടുകയും അതോടൊപ്പം രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും ഇല്ലാതെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പറ്റാവുന്ന മുഴുവൻ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാണത്തക്കവണ്ണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വന്നപ്പോൾ എല്ലാവർക്കും ആ സ്നേഹം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. എതിർ സ്ഥാനാർത്ഥി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടി അല്ലെങ്കിൽ സർക്കാരാണ് പലതും തന്നത്, അത് വ്യക്തിപരമായി ആക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. കഷ്ടമല്ലേ പറയുന്നത്? അദ്ദേഹത്തിന് അത് മനസ്സിലാവാഞ്ഞിട്ടാണ് ആ എതിർ സ്ഥാനാർത്ഥി അങ്ങനെ പറയുന്നത്. എതിർ സ്ഥാനാർത്ഥി ഇത്രയും ശക്തനായിട്ടും എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവന്ന പദ്ധതികൾ പോലും പാതി വഴിക്കായി കിടക്കുന്നത്? പൂർത്തിയായത് മാത്രം ഉദ്ഘാടനം ചെയ്തേ ഉള്ളൂ. പിന്നെ ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടം എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പിന്നെ മന്ത്രിയും കൂടെ ആയിരിക്കുന്ന അദ്ദേഹത്തിന് ഞാൻ ചെയ്തതിന്റെ 10 ഇരട്ടി കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാമായിരുന്നു. അത് വന്നില്ലല്ലോ, നിങ്ങൾക്ക് പരിശോധിക്കാം. പിന്നെ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. ബന്ധപ്പെട്ട ജനപ്രതിനിധിക്കാണ് ഓരോ മണ്ഡലത്തിലും എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാവുന്നത്. അവരാണ് അത് എഴുതി കൊടുത്ത് ജനങ്ങളുടെ അഭിലാഷം അനുസരിച്ച് ആ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ആ സ്ഥാനങ്ങൾ നേടിയെടുത്ത് ചെയ്യിപ്പിച്ചെടുക്കേണ്ട ജോലി ജനപ്രതിനിധിക്ക് തന്നെയാണ്. വ്യക്തിപരമായിട്ടെന്ന് പറഞ്ഞാൽ നന്നായി ഇടപെട്ടാൽ മാത്രമേ ഓരോ മണ്ഡലത്തിലും എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. അല്ലാതെ സർക്കാർ കുറെ പണം നീക്കി വെച്ചാൽ ഓരോ മണ്ഡലത്തിലും എന്താ വേണ്ടതെന്ന് സർക്കാരിന് അറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും പൂർണ്ണമായൊരു വിജയപ്രതീക്ഷ തന്നെയാണ് കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി പങ്കുവെക്കുന്നത്. ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ വൺ. എന്തായാലും വിവരങ്ങൾ നൽകാനായി തത്സമയം ലിജോ റോളൻസ് ചേരുകയാണ്. ലിജോ, കൊട്ടാരക്കരയിൽ വലിയ പോരാട്ടം മുറുകുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ കൂടിയാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി കാണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവമായ ഡീൽ ആരോപണമൊന്നും കൊട്ടാരക്കരയിൽ ആരും ഉയർത്തുന്നില്ല. വികസന വിഷയങ്ങൾ തന്നെയാണോ പ്രധാനമായും ചർച്ചയാവുന്നത്? ജിൽസി, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളപ്പോൾ ഈ പോരാട്ടത്തിന്റെ ചൂടിനൊപ്പം തന്നെ കൊട്ടാരക്കരയിൽ വാക്പോരും രൂക്ഷമാവുകയാണ്. കെൻ ബാലഗോപാൽ ഒന്ന് പറഞ്ഞാൽ അതിന് രണ്ടായി ഐഷ പോറ്റി മറുപടി പറയുന്നു എന്നുള്ളൊരു നിലയിലാണുള്ളത്. കൃത്യമായി കാര്യം പല ഘട്ടത്തിൽ പോലും ഈ ഐഷ പോറ്റിക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളൊക്കെ ആയിരുന്നു ഉയർന്നു വന്നിരുന്നത്. പാർട്ടി നൽകാൻ കഴിയുന്നതെല്ലാം നൽകിയിട്ട് പോലും പാർട്ടിക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാന പരാതി. കഴിഞ്ഞ ബാലഗോപാൽ പറയുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. അതായത് ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണോ നൽകാൻ കഴിയുന്നത് അതെല്ലാം ഐഷ പോറ്റിക്ക് നൽകിയിട്ടുണ്ട്. 3 തവണ MLA ആക്കി, അത് പാർട്ടിയാണ് ചെയ്തത്. മാത്രമല്ല മറ്റു പല സ്ഥാനങ്ങളും നൽകിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പൊടുന്നനെ പാർട്ടി വിട്ടു പോകുന്നത്. അങ്ങനെ പെട്ടെന്നൊരാൾ പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധം കൊട്ടാരക്കരയിലെ വോട്ടർമാർക്കിടയിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ അതൊന്നും ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടെ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് ഐഷ പോറ്റി പല ഘട്ടങ്ങളിലും ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് എണ്ണി പറയാറുണ്ട്. അപ്പോഴെല്ലാം അതിന് ഒരു മറുപടിയായിട്ട് കെൻ ബാലഗോപാൽ പറയുന്ന കാര്യം ഇതാണ്. അതായത് ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരിക്കലും വികസനം കൊണ്ടുവരാൻ കഴിയില്ല. വികസനം എന്ന് പറയുന്നത് സർക്കാരിന്റെ നേട്ടമായാണ്. അപ്പോൾ ആ സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങളെ വ്യക്തിയുടെ നേട്ടങ്ങളാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് കെൻ ബാലഗോപാൽ പറയുന്നത്. ഈ ഡീൽ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഡീൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പലയിടത്തും BJP UDF ഡീൽ നടന്നിട്ടുണ്ട്, കോൺഗ്രസ് ഡീൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കെൻ ബാലഗോപാൽ അതിന് പറയുന്നത്. ഇതിനെല്ലാം മറുപടി കൃത്യമായി തന്നെ ഐഷ പോറ്റി നൽകുന്നുണ്ട്.
അതായത് മന്ത്രിയായിട്ടുണ്ടായിരുന്ന ഒരാളാണ്, ധനമന്ത്രിയായിരുന്ന ആളാണ്, സംസ്ഥാന മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്ന ആളാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് വലിയ വികസനങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല? അത് വ്യക്തികളുടെ നേട്ടമല്ല, സർക്കാരിന്റെ നേട്ടമാണെങ്കിൽ എന്തുകൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. ഒരു സർക്കാർ വിചാരിച്ചാൽ മാത്രം എല്ലാം കൊണ്ടുവരാൻ കഴിയില്ല, മറിച്ച് വ്യക്തികൾക്ക് അതിനുള്ള കഴിവ് കൂടെ ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കൊട്ടാരക്കരയിൽ പലതരത്തിലുള്ള ഡീലുകൾ നടത്തിയ ഒരാളാണ് KN ബാലഗോപാൽ എന്നുള്ള ഒരു ആരോപണം ഐഷ പോറ്റി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആ ഡീലുകൾ എന്തെങ്കിലും, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അതിന് സാധ്യതയുണ്ടോ ഇല്ല എന്നുള്ളതെല്ലാം ഇനി തെരഞ്ഞെടുപ്പ് ഫലം മാത്രം വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഒരു CPM നേതാവും മുൻ CPM നേതാവും ശക്തമായി ഏറ്റുമുട്ടുമ്പോൾ ഇത്തരത്തിൽ വാഗ്വാദങ്ങളും വാക്പോരുകളും രൂക്ഷമായി തന്നെ കൊട്ടാരക്കര മണ്ഡലത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജിൽസി.